പോയി നിൽക്കണ്ട. അച്ഛോ അച്ഛോ വാച്ചാ എന്താടാ ഇങ്ങോട്ട് വാച്ചാ. ആരാ അച്ഛ ഇങ്ങോട്ട് വാച്ചാ. എന്താ പോടാ അച്ഛൻ കേശോണി വിളിക്കുന്ന വാ. ഏത് കേശു നീ എവിടെയാണോടാ പോടാ. അച്ഛാ വാച്ചാ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും മകന്റെ കല്യാണ ചർച്ചയ്ക്ക് വിളിച്ച് അച്ഛൻ വഴക്കിട്ട് പോണത്. വളരെ അമൂല്യമാണ്, അതേപോലെ തന്നെ റയറും. ആ നീയാടാ ഈ മനുഷ്യനെ ചീത്തയാക്കി എടുക്കണം ഇങ്ങനെയൊക്കെ. എന്ത് അച്ഛാ, നമ്മുടെ മുടിയൻ ചേട്ടന് ഇപ്പൊ നല്ല മാർക്കറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ആലോചനയൊക്കെ വരുന്നത്. ഇതാര് അച്ഛേ ഇതെങ്കിലും മുതലാര് അറിയാ? എടാ എന്റെ മോനാണോ വൈ ഇപ്പൊ പിന്നെ മാർക്കറ്റ് കാണൂലേ? ഹലോ, ഇതെന്തോന്നാണ് വല്ല പച്ചക്കറി വല്ലോണോ മാർക്കറ്റ് എന്നൊക്കെ പറയാനായിട്ട്? ഇത് ചന്തയെ വെച്ച് വെക്കുന്ന സാധനം ഒന്നല്ലല്ലോ, മനുഷ്യരല്ലേ. മനുഷ്യരായിരുന്നാലും മറ്റു ഉൽപ്പന്നങ്ങളായിരുന്നാലും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നല്ല മാർക്കറ്റ് ഉണ്ട്. ലച്ചേ ആ പെങ്കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ സിദ്ധുവിന്റെ അമ്മ? പിന്നെ പറഞ്ഞില്ലേ, അത് പറയണതിന്റെ ഇടയിലേ അച്ഛൻ കോലാഹലം ഉണ്ടാക്കി ഇറങ്ങി പോയത്. അമ്മ പെൺകുട്ടിയെ കാണാൻ അടിപൊളിയാണ്. പെൺകുട്ടിയൊക്കെ എന്തോന്നു അടിപൊളി? പെൺകുട്ടി ആയിരുന്നാ മതി, ഇത് അടിപൊളിയല്ലേ കെട്ടൂലേ? അത് പോയിന്റ് ചേച്ചി. ഭംഗിയൊക്കെ രണ്ടാമത്തെ കാര്യം. ചേച്ചി ബാക്കി പറ. ആള് ഡിഗ്രി കഴിഞ്ഞതാണ്. ഫാമിലിക്ക് എങ്ങനെ? നമ്മളെ പോലെ സ്റ്റാൻഡേർഡ് ഉള്ള കൂട്ടങ്ങൾ തന്നെ? നമ്മളെക്കാളും സ്റ്റാൻഡേർഡ് ആണ്. ആ കുട്ടിക്ക് ഒരു ബ്രദർ ഉണ്ട്, ആള് മാരീഡ് ആണ്. ആൾ ഇവിടെ VSSC വർക്ക് ചെയ്യുന്നു. ഡു യു മീൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ? യെസ്. പിന്നെ അച്ഛൻ എന്തോ ബാങ്ക് മാനേജർ ആണെന്നാ പറഞ്ഞേ. അമ്മ ഡോക്ടറും. ഡോക്ടറാ? കണ്ടു തള്ളിയാ? നമ്മളെ പോലെ അല്ല, ഇച്ചിരി ബെഡാ ഫാമിലിയാണ്. ഫാമിലിയൊക്കെ നമ്മളും വലുത് തന്നെ, അത് വിട്. അച്ഛന് വലുതെന്ന് ഉദ്ദേശിച്ചതേ ഈ കാസ്റ്റിന്റെയും സമ്പന്നതയുടെയും പേരിലാണെങ്കിൽ അച്ഛനതൊന്ന് പിൻവലിക്കണം കേട്ടാ. അയ്യോ, ഞാൻ സംസ്കാര സമ്പന്നത അതേ ഉദ്ദേശിച്ചുള്ളൂ. കാശൊക്കെ ആക്ക് വേണം. ആവശ്യം അവിടെ നിന്ന് മകൾ വെച്ചു. അവർക്കെല്ലാം കൂടെ എത്ര ഏക്കറുണ്ട്? ആ ദാ കിടക്കണ്. അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചത്. അച്ഛൻ്റെ അനുഭവം അറിയാമല്ലേ? ഒരുപാട് ഏക്കറുള്ള കുടുംബത്തിൽ നിന്നാണ് എടുത്തത്. എവിടെ? വാടക കൂടിയാണ് ശരണം. ഓ അച്ഛനും ഒരുപാട് ഏക്കറുള്ള കുടുംബത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് എവിടെ? ഞാനേ ഒരാളെ വിളിക്കട്ടെ. ആരാച്ചാ? കൊച്ചെന്തോന്നത്? ആണാ ജനാർദ്ദനാണാ? പിന്നെ സുഖം തന്നെ? കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വളരെ സന്തോഷം. ചേച്ചി എടുത്ത് പോണ്ടാ. ഒന്ന് കൊടുക്കി. ചേച്ചി സുഖം തന്നെ? വേണ്ട, ചേച്ചി ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണെന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ചേച്ചി ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെ ചേച്ചി. ഓ മുടിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി. അല്ല പറഞ്ഞില്ല, മുടിയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ല. പറയാം. ഫോട്ടോയാ? ഫോട്ടോ മുടിയുടെ ഫോട്ടോ ഇരിപ്പുണ്ടോ? പാസ്പോർട്ട് സൈസ് പോലെ ഇരിപ്പുണ്ടോ? ഇരിക്കണമെങ്കിൽ ഒരു അരയും ചോദിച്ച് 3 കട്ട് ചെയ്ത് വേണം കൊടുക്കാൻ. അതിൻ്റെ കൂടെ ഒന്നും കാണരുത്, മുടിയൊന്നും കാണരുത്. ഫോട്ടോയുടെ കാര്യം പറഞ്ഞു ചേച്ചി. ശരി ചേച്ചി, എല്ലാം ചേച്ചി തീരുമാനിക്കുമ്പോൾ തന്നെ. പിന്നെ അല്ലാതെ പിന്നെ പിള്ളേർ വല്ല എതിര് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലച്ചു എന്തെങ്കിലും എതിര് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യണ്ട. ചേച്ചിയുടെ കുടുംബം തന്നെ നമ്മളെ കുടുംബം തന്നെ ചേച്ചിയുടെ കുടുംബം. എന്നാലും ചേച്ചി എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയും ചെയ്തല്ലേ, വളരെ സന്തോഷം. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ ചേച്ചി. ശരി ഓക്കെ ചേച്ചി. അച്ഛാ, അച്ഛൻ ഒന്നും കൂടെ നീങ്ങി. എന്തിന്? ഒന്ന് നീങ്ങിക്കച്ചാ. ഒന്ന് നിക്കച്ചാ. സമ്മതിച്ച്. എങ്ങനെ സാധിക്കണം അച്ഛ ഇങ്ങനെ പറയാനായിട്ട്? ബി പ്രാക്ടിക്കൽ. മക്കളെ വെച്ചു, അച്ഛന് ചെറിയൊരു സംശയം. അല്ല, ഈ അച്ഛൻ എന്തോന്ന് പറഞ്ഞ? അച്ഛൻ ബാങ്ക് മാനേജർ, അമ്മ ഡോക്ടർ, ചേട്ടനാണ് ഈ VSSC വലിയ സയന്റിസ്റ്റ്. വലിയ കുടുംബം. നമ്മളെ കുടുംബം ഇടത്തര കുടുംബം. നമ്മളെ ചെറുക്കനാണെങ്കിലാ പ്രൈവറ്റ് ജോലി. പെണ്ണതിന് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണല്ലേ, ജോലി ഇട്ടാൻ സാധ്യതയുണ്ട്. ഈ നിന്റെ കുഴിപ്പള്ളത്ത് തള്ളയ്ക്ക് ആ കുടുംബത്തിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ട്? അത് ആ പെണ്ണെടുത്ത് പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് എന്തെങ്കിലും ശത്രുതയുണ്ട്? അല്ല ഇങ്ങനത്തെ ഒരു ബന്ധം കൊണ്ടുവരാൻ വേണ്ടി ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. ഞാൻ പോവാ. ഞാൻ ആവശ്യമില്ലാത്തോളം പറഞ്ഞേടേ. അച്ഛൻ കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. പറഞ്ഞേടി. ഇതാണ് കുഴപ്പം. ഞാൻ ചേച്ചി എങ്ങോട്ട് ചേച്ചി പോണത്? ഇങ്ങനെ അച്ഛനോട് തുടങ്ങി കഴിഞ്ഞാൽ വല്ലാത്ത കഷ്ടം കേട്ടോ. എടാ, ആദ്യം അച്ഛനോട് 3 വളർത്തി ചവിട്ടുള്ള സംസാരം നിർത്താൻ പറ. അതെ, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. ഞാൻ സാധാരണ ഒരു അച്ഛനാണ്. എൻ്റെ സ്വത്തുക്കളെന്ന് പറഞ്ഞാൽ 5 മക്കളാണ്. കൈ വളരണോ കാല് വരണോ നോക്കി നോക്കിയാണ് എത്ര നാൾ എത്തിയത് മക്കളെ. അറിയാം, എനിക്ക് എൻ്റെ ഒരു മക്കളെ കുഴിക്കൊണ്ട് ചാടിക്കാൻ എനിക്ക് താല്പര്യമില്ല. അച്ഛൻ ആദ്യം ഈ അവകാശവാദം ഒന്ന് നിർത്തൂ. കൊള്ളാം. കുടുംബത്തിന് വേണ്ടി ആരും ഒരു നല്ല കാര്യം ചെയ്യാൻ തയ്യാറായപ്പോ അതിന്റെ പേര് അച്ഛനും മോളും കൂടെ തുടങ്ങി യുദ്ധം. അച്ഛാ, ചേച്ചി, നിങ്ങൾ രണ്ടാളീ പോര് നിർത്ത്. അപ്പൊ തന്നെ ഇവിടുത്തെ പകുതി പ്രശ്നം തീർന്നു കിട്ടും. അത് തന്നെ.
ഒരു കല്യാണം കണ്ട കാലം മറന്നു. അച്ഛാ ലച്ചേച്ചി നിങ്ങൾ ഇങ്ങനെ ശത്രുപക്ഷത്ത് ഇരിക്കുന്ന പോലെ ചേരി തിരിഞ്ഞ് പോരാടാതെ. ശത്രുവോ? ഏത് ശത്രു? നീ ഒന്ന് പോടേക്ക. ഞാനും അച്ഛൻ ഇങ്ങനെയാണ്, പക്ഷെ മനസ്സൊന്നും വെച്ചോണ്ടല്ല സംസാരിക്കണം, അല്ല അച്ഛാ? എന്റെ പൊന്നവളെ ഈ കള്ള കൂട്ടങ്ങളെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവോ മകളെ? നീ വിളി, മുടിയനെ വിളി. എന്റെ പൊന്നോ, ഇത്രയും നേരം ഈ യുദ്ധത്തിന്റെ ഇടക്ക് നമ്മൾ നിന്നില്ലേ? നമ്മൾ ആരാണ്? വിഡ്ഢികൾ. അത്ര തന്നെ. വിളി 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 വിളി. ഇപ്പൊ വിളിക്കണോ? മണിപ്പത്തിന് വിളി. ചെറുക്കനൊരു നല്ലൊരു ബന്ധം വരുമ്പോൾ അത് എങ്ങനെ നടത്തണമെന്നല്ല, ബാക്കിയൊരു വഴക്കൂടുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. മിണ്ടാരി അച്ഛാ. വിളി വിളി വിളി. ആ ചേട്ടാ, ചേട്ടാ ഞാനൊരു കാര്യം പറയാം. എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ തിരിച്ചു മറിച്ചൊന്നും പറയരുത്, ഓക്കെ? ചേട്ടന് ഒരു കല്യാണാലോചന, കുഴിപ്പുറത്ത് അമ്മ കൊണ്ടുവന്ന ആലോചനയാണിത്. പെണ്ണിവിടെ ഗുരുവായൂർ അടുത്തുള്ള ചേട്ടാ. ആ അല്ല, ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ MBA ചെയ്യാൻ വേണ്ടിയിട്ട് UK പോകാൻ നിൽക്കുക. ആ ഇവിടെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഓക്കെയാണ്. ചേട്ടന്റെ കാര്യം എങ്ങനെയാ? എന്റെ ഇഷ്ടം പോലെ ചെയ്യാനാ? ചേട്ടൻ ഓക്കെയാണോ? അതിവിടെ അച്ഛൻ. ആ അന്ന് ഞാൻ അവനെ വിളിച്ച് പറയട്ടെ, ചേട്ടന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ശരി, ഓക്കെ, താങ്ക് യു. ചേട്ടൻ നമ്മൾ ഓക്കെ. നീ അവനെ തന്നെ വിളിച്ചത്? അച്ഛാ അടിപൊളി. ചേച്ചി ഇത്ര നേരം ഡിഗ്രിയുടെ കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ? ഇതിപ്പോ എവിടെ നിന്ന് പെട്ടെന്ന് MBA ചെയ്യാനായിട്ട് UK പോക്കൊക്കെ? ഞാൻ വിട്ടുപോയി. UK പോണ? ആ UK പോണ്. അപ്പൊ പിന്നെ പൊളിച്ചല്ല. മകളെ സുധിന്റെ അമ്മ വിളി, ഫോട്ടോ വെച്ചോക്കാൻ പറ. ഇപ്പൊ വിളിക്കണോ? ഓഹോ, എന്തിന് ഇത്ര എപ്പോഴും കാണിക്കണേ? എല്ലാത്തിനും ഒരു സാവകാശം വേണ്ടേ? സാവകാശം ഇനിയാ? ചെറുക്കൻ 50 വയസ്സായ നേരം ഒക്കത്തെ വെച്ചോണ്ട് റെഡി. ഹലോ അമ്മ. ആ ഞാൻ ഇവിടെ വീട്ടില് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ആ ഞാൻ കൊടുക്കാവേ. എനിക്ക് സംസാരിക്കും. സംസാരിക്കുമ്പോ ചേച്ചി അതെ. പിന്നെ ഇനി ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അല്ല ഇനിയിപ്പോ ജാതകം പൊരുത്തം ഇതൊക്കെ നോക്കണ്ടേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ? ആ അവർക്ക് വിശ്വാസമില്ല, കുഴപ്പമില്ല, നമുക്കും അതിനകത്ത് വിശ്വാസമൊന്നും ഇല്ല. അപ്പോൾ ആ ശരി ശരി ശരി, ഞാൻ കൊടുക്കാം ലച്ചുൻ്റെ കയ്യിൽ. അമ്മേ ആ ഓക്കെ, ഞാൻ എന്താ ഫോട്ടോ അയച്ചു തരാം കേട്ടാ. ശരി ശരി ഓക്കെ. ആ അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവട്ടെ. ലച്ചുവേ നീ എന്താ ഫോൺ വരാത്ത? അച്ഛൻ തന്നെ അച്ഛൻ കോളാക്കും. എന്ത് വർത്താനം ലച്ചു പറഞ്ഞത്? കാര്യങ്ങൾ ഇത്ര സെറ്റ് ആക്കിയ ഞാനല്ലേ? കലിപ്പ് തുടങ്ങി. പിള്ളേരെ മുടിയൻ ചേട്ടന്റെ നല്ലൊരു ഫോട്ടോ നോക്കി സെലക്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കണം. മുടിയൻ ചേട്ടന്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കാം, പക്ഷെ നല്ല ഫോട്ടോ കിട്ടൂല. ചേട്ടൻ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. നീ വന്നണ്ട വാ. ബാ. ചന്നേ. പെട്ടെന്ന് വെച്ചോട്. ആ ആച്ചാ. ഇത് കൊള്ളാമോ? ഏതാണ് ഇതാണ്? അത് വേണ്ട. ഇതിന് പിന്നെ ഇത്തിരിയെങ്കിലും ഇതാകെ ഇരുണ്ടിരിക്കുന്നത്. അത് മുഖം കാണാനില്ല, മുടി മാത്രമേ ഉള്ളൂ. വെട്ടം കിട്ടണ്ടേ മോത്തോട്ട്? മര്യാദക്കുള്ളൊരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ വല്ലപ്പോഴും? ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് കൊള്ളാം. അത് നല്ലതാ, അത് നല്ലതാ. ആ ഷർട്ടിന്റെ കളർ പോരാ, അതൊരു ഭംഗിയില്ല. വേറെ വേറെ വേറെ